നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റിന്റെ പേര് ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ എന്നാണ്. അപ്പൊ ഇവിടെ ഡാറ്റയുടെ നമ്മൾ ഒരു റിസർച്ചില് നമ്മൾ സ്വീകരിക്കുന്ന ആ ഡാറ്റയുടെ വിവിധ ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഡാറ്റ എന്താണ്, ഡാറ്റയുടെ സ്വഭാവം എന്താണ്, അതുപോലെ ടൈപ്സ് ഓഫ് ഡാറ്റ, എത്ര തരം ഡാറ്റയുണ്ട്, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാ, ക്ലാസിഫിക്കേഷൻ എന്താണ്, ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ ടാബുലേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിവരം അല്ലെങ്കിൽ ഒരു റോ ഫാക്ട്, ഫിഗർ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഡാറ്റ എന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് മലയാളത്തിൽ അതിനെ ദത്തം എന്ന് പറയാവുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് ഡാറ്റയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. എത്ര ടൈപ്സ് ഡാറ്റ ഉണ്ട് എന്ന് നോക്കാം. ഒന്നാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് വരാവുന്ന മേഖലയാണ്. അപ്പൊ നമുക്ക് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അതിന്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതിനെ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതും മെഷർ ചെയ്യാവുന്നതുമായിട്ടുള്ള ഡാറ്റയെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാനായിട്ട് സാധിക്കുക. അതായത് എല്ലാ ഡാറ്റയെയും നമുക്ക് നമ്പറിൽ പ്രതിപാദിക്കാൻ സാധിക്കില്ല. ഇപ്പോ ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ, ഹേറ്റഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നമ്പറിൽ എനിക്ക് ഇന്നയാളോട് 5 കിലോ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഇമോഷൻസും ഇതിനെയൊന്നും നമുക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ലിസ്റ്റിൽ പെടുത്താനായിട്ട് സാധിക്കില്ല. സോ മെഷറബിൾ ആയിട്ടുള്ളതും കൗണ്ടബിളും ആയിട്ടുള്ളതുമായ ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സർവേയിലൊക്കെ ആണെങ്കിൽ ഏജ്, ഇൻകം, അതുപോലെ വെയിറ്റ്, സ്കോർ, മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയിട്ട് പറയുന്നത്. ദെൻ ഇതിന്റെ ചില സബ് ടൈറ്റിൽസ് ഉണ്ട്, സബ് ടൈപ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. അത് കൗണ്ടബിൾ വാല്യൂ ആണ്. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ വാല്യൂ ഒക്കെ തന്നെയാണ്. ഇനി അതിന്റെ സബ് ഡിവിഷൻ ആണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ മറ്റൊരു ടൈപ്സ് ഓഫ് ഡാറ്റ അല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ഒരു സബ് ഡിവിഷനാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ ഇത് കൗണ്ടബിൾ ആണ്. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ക്ലാസ് നമുക്ക് എണ്ണി നോക്കാം, അല്ലെ? 30 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്, അത് ഡിസ്ക്രീറ്റ് നമ്പർ. സോ ഇതാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കണ്ടിന്യൂസ് ഡാറ്റയാണ്. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പോൾ അതൊരു റേഞ്ചിനുള്ളിലുള്ള വാല്യൂ ആണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈറ്റ് നമ്മൾ പറയാറുള്ളത് ഒരു റേഞ്ച് ആയിട്ട് പറയാറുണ്ട്, അല്ലെ? ഒരു 150 സെന്റിമീറ്റർ മുതൽ 160 സെന്റിമീറ്റർ വരെയുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ, അല്ലെങ്കിൽ 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ആളുകൾ എന്ന് പറയുന്നതും എന്താണ്? ഒരു റേഞ്ച് ഫിക്സ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ പറയുന്നതൊക്കെ പലപ്പോഴും ഓരോ റേഞ്ചുകൾ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇതാണ് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് മറ്റൊന്ന്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എന്താണ്? ന്യൂമറിക്കലി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഇതിനിപ്പോ എക്സാമ്പിൾ നമുക്ക് കളർ പറയാം, അല്ലെ? കളർ ഒരു ക്വാളിറ്റേറ്റീവ് ആണ്. അതുപോലെ ഒരാളുടെ ഒപ്പീനിയന്, അല്ലെങ്കിൽ ബ്രാൻഡുകള്, പ്രിഫറൻസുകള്, താല്പര്യങ്ങള്, അല്ലെ? നമുക്ക് കോഫിയേക്കാളും ടീ ആണ് ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്പറിൽ പറയാൻ പറ്റില്ല. അവിടെ 2 ഇഷ്ടങ്ങളെ നമുക്ക് കമ്പാരിസൺ ഒക്കെ ചിലപ്പോൾ നടക്കും, പക്ഷെ 2 ഇഷ്ടങ്ങളെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരാളുടെ അഭിപ്രായത്തെ, എനിക്ക് ഇത്ര കിലോ ഇന്ന അഭിപ്രായമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാളുടെ അഭിപ്രായം അതാണ്, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിനുമുണ്ട് സബ് ടൈപ്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നോമിനൽ ഡാറ്റയാണ്. നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത് കാറ്റഗറീസ് വിത്തൗട്ട് ഓർഡർ ഇല്ലാത്ത ഒരു കാറ്റഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ ഡാറ്റ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ജെൻഡർ പറയുന്നത്, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയുന്നത്, ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത് ഒക്കെ എന്താണ്? നോമിനൽ ഡാറ്റയാണ്. ദെൻ പ്രൈമറി ഡാറ്റയാണ് മറ്റൊന്ന്.
പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് അത് ഒരു ഫസ്റ്റ് ഹാൻഡിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി ഡാറ്റ ആണ് ഏറ്റവും സത്യസന്ധവും നമുക്ക് എപ്പോഴും ഒരു റിസർച്ചിന് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡാറ്റയാണ്. സ്വാഭാവികമായിട്ടും നമുക്കിതിൽ സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഒരാൾ സ്വീകരിച്ച പ്രൈമറി ഡാറ്റയെ നമ്മൾ വീണ്ടും സ്വീകരിക്കുന്നത് എന്തായിരിക്കും? സെക്കൻഡറി ഡാറ്റ ആയിരിക്കും. അതായത് അത് പ്രൈമറി അല്ല. സെക്കൻഡറി ഡാറ്റ ഹാസ് കളക്റ്റഡ് ആൻഡ് പ്രോസസ്ഡ് ബൈ സംവൺ. മറ്റൊരാള് കളക്ട് ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പ്രോസസ് ചെയ്തതോ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഒരാൾ ഒരു പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്തു, അദ്ദേഹം അത് പ്രോസസ് ചെയ്തു, അത് നമുക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് കൈമാറുമ്പോൾ ഈ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഡാറ്റ വിൽ ബി സെക്കൻഡറി ഡാറ്റ. അപ്പോൾ അതാണ് സെക്കൻഡറി ഡാറ്റ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ആയിട്ടുള്ള ഡാറ്റ, അതായത് ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മൾ പ്രസ്താവിക്കുന്ന ഡാറ്റയാണ് ഓർഡിനൽ ഡാറ്റ. അതായത് സാറ്റിസ്ഫാക്ഷൻ ലെവലിനൊക്കെ ഒരു ഓർഡിനൽ ഡാറ്റ ആയിട്ടാണ് പറയാറുള്ളത്. നമ്മൾ പലപ്പോഴും എക്കണോമിക്സിലൊക്കെ ഈ യൂട്ടിലിറ്റി ഒക്കെ കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓർഡിനൽ എന്ന് പറയുന്നത് നമ്മളൊരു ലെവല് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഒക്കെ ലെവല് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇഷ്ടങ്ങളുടെ ലെവൽ സ്റ്റേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ അനിഷ്ടത്തിന്റെ ലെവലൊക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നു. അതാണ് ഓർഡിനൽ ഡാറ്റ. ദെൻ സ്ട്രക്ചേർഡ് ഡാറ്റയാണ് മറ്റൊന്ന്. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത് അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, അതുപോലെ ഈസിലി നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഡാറ്റയാണ്. അതിന് നമുക്ക് കോളംസും റോസ് ഒക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അത് ഒരു സ്പ്രെഡ് ഷീറ്റും ഡാറ്റ ഷീറ്റും ഒക്കെ ഡാറ്റാബേസും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി അൺസ്ട്രക്ചേർഡ് ഡാറ്റയാണ്. ഇത് സ്വാഭാവികമായിട്ടും സ്ട്രക്ചേർഡ് ഡാറ്റയുടെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ റോ ഡാറ്റ. റോ ആയിട്ടുള്ള സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, നമുക്ക് അതിൽ നിന്ന് മറ്റൊരു കാര്യം പിക്കപ്പ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റയും റോ ഡാറ്റയെയും ഒരു അലമാരയില് നമ്മള് വസ്ത്രങ്ങള് ശരിക്കും കൃത്യമായിട്ട് ഓരോ ടൈപ്സ് ഓഫ് വസ്ത്രങ്ങൾ ഇങ്ങനെ മടക്കി വെച്ചതും അല്ലാതെ എല്ലാ വസ്ത്രവും കൂടെ ഒന്നിച്ച് കുത്തി കയറ്റി വെച്ചിട്ടുള്ളതും ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു അലമാരയിലെ വസ്ത്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് തള്ളി കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഷർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കതെല്ലാം പുറത്തിട്ട് ഒരുപാട് ചികഞ്ഞ ശേഷമാണ് കിട്ടുക. എന്നാൽ മറിച്ച് നമ്മൾ ഷർട്ടുകളെല്ലാം ഒരു ഭാഗത്ത്, പാന്റുകളെല്ലാം ഒരു ഭാഗത്ത്, അണ്ടർവെയർസ് എല്ലാം മറ്റൊരു ഏരിയയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ എടുക്കേണ്ടത് പെട്ടെന്ന് പോയിട്ട് നമുക്ക് അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഡാറ്റയുടെ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വേരിയബിൾസിനെ കുറിച്ചാണ്. വേരിയബിൾസ് എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം എന്താണ്? വേരിയബിൾ ആണ്. ഇനി വേരിയബിൾസിന് നമുക്ക് ഒരു റിസർച്ചിലെ വേരിയബിൾസ് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്ക് ഒരു സാമ്പിൾ തരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്കൊരു വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളെല്ലാം എന്താണ്? അതൊക്കെ നമുക്ക് വേരിയബിൾ എന്ന കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന ടേം ആണ് നോക്കുന്നത്. സോ എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഓർ ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റുകളെയോ അല്ലെങ്കിൽ ഡാറ്റയെയോ അല്ലെ വിവരങ്ങളെയോ ഒക്കെ നമ്മൾ എന്താണ് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ചു വെക്കും. അതിനെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാവുന്നത്. ഇനി ഈ ക്ലാസിഫിക്കേഷന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ അലമാരയുടെ കാര്യം പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ എല്ലാ ഡാറ്റയും മുകളിൽ കയറി കിടക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു സ്പെസിഫിക് ഡാറ്റ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ടാസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത്
ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മളുടെ പ്രോസസ്സിങ് നടത്താനായിട്ട് സാധിക്കും. ദെൻ കമ്പാരിസൺ. അപ്പൊ സിംപ്ലിഫിക്കേഷൻ, കമ്പാരിസൺ ആണ് മറ്റൊന്ന്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡാറ്റയെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ ഈസി ആയിരിക്കും അല്ലെ. അപ്പോൾ അതാണ് അതിന്റെ കമ്പാരിസന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ അനാലിസിസ് ആണ്. ക്ലാസിഫൈഡ് ഡാറ്റ അല്ലെങ്കിൽ ടാബുലേറ്റഡ് ഡാറ്റയെ നമുക്ക് ഈസി ആയിട്ട് അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നാണ് ഓർഗനൈസേഷൻ. അത് ക്ലാസിഫിക്കേഷന്റെ ഒരു യഥാർത്ഥത്തിൽ ക്ലാസിഫിക്കേഷന്റെ ഒരു നേച്ചർ തന്നെയാണ് ഓർഗനൈസേഷൻ. അത് സ്ട്രിക്ട്ലി ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡാറ്റ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ്, ക്ലാസിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു നല്ല ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഉള്ളതായിരിക്കും. വളരെ നല്ല കൃത്യമായിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടാബുലേഷൻ ആണ്. തീർച്ചയായിട്ടും ഒരു റിസർച്ചില് ടാബുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെ, റോകളും കോളംസും ഒക്കെ ആയിട്ട് ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് തന്നെയാണ് ടാബുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ ക്ലാസ് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ 0 to 10, 10 to 20, 20 to 30, 30 to 40, അങ്ങനെ 40 to 50 ആ ഒരു ഓർഡറിലായിട്ട് നമുക്ക് അതിനെ ടാബുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിനൊരു ക്ലാസ് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 0 to 10 എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലാസ് ലിമിറ്റ് ഈസ് 10. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ് ലിമിറ്റുകൾ ഇതിന് ഉണ്ടായിരിക്കും. അതില് നമുക്ക് ക്ലാസ് ലിമിറ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോവർ ക്ലാസ് ലിമിറ്റ്, അതായത് ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് ലിമിറ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് വേരിയബിളിനെയാണ് നമ്മൾ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 0 to 10 എന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അതില് 0 ആണ് അതിലെ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. 0 to 10 10 ആയിരിക്കും അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ക്ലാസ് ഇന്റർവെൽ ആണ് മറ്റൊന്ന്. ക്ലാസ് ഇന്റർവെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലാസിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ആ ഇന്റർവെല്ലില് ക്ലാസ്സിന് ഒരു നിശ്ചിത ഇടവേളകളിലാണ് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് നമ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.